അസ്സലാമു അലൈക്കും. ബിസ്മില്ലാ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വാല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ക്ലാസ് 7 താരിഖുൽ ഇസ്ലാമിലെ 10ാമത്തെ പാഠവും അതിൻ്റെ തദ്രീബാത്തുമാണ്. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക. നമുക്ക് ഈ പാഠം ഒന്ന് നോക്കാം. അൽ വഹദത്തുൽ ആഷിറ, 10ാമത്തെ പാഠം. ഇസുല്ലാഹു ബിഹിമുദ്ദീൻ. അപ്പൊ ഈ പാഠം നമുക്കൊന്ന് വായിച്ചു നോക്കാം. അബ്ബാസിയ ഖിലാഫത്തിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീർഘദർശനം നടത്തിയിരുന്നു. ഉമവി ഖിലാഫത്തിന്റെ അവസാന കാലത്ത് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ സന്താന പരമ്പരയിലുള്ളവർ ഖിലാഫത്തിന് വേണ്ടിയുള്ള പ്രചാരണങ്ങൾ ആരംഭിച്ചു. ഉമവി ഖലീഫ മർവാനുസാനി വധിക്കപ്പെട്ടതോടെ ഉമവി ഖിലാഫത്ത് അവസാനിക്കുകയും അബ്ബാസി ഖിലാഫത്ത് നിലവിൽ വരികയും ചെയ്തു. ഹിജ്റ 132 നിലവിൽ വന്ന ഈ ഖിലാഫത്ത് ഹിജ്റ 923 വരെ നീണ്ടുനിന്നു. ആദ്യത്തെ 115 വർഷങ്ങൾക്ക് ശേഷം അബ്ബാസി ഖലീഫമാർക്ക് നാമമാത്രമായ അധികാരമേ ഉണ്ടായിരുന്നുള്ളൂ. അവസാനത്തെ 66 വർഷം അബ്ബാസികൾ സ്വതന്ത്രമായി ഭരണം നടത്തുകയുണ്ടായെങ്കിലും അവരുടെ ഭരണമേഖല ബഗ്ദാദും സമീപ പ്രദേശങ്ങളും മാത്രമായിരുന്നു. ആദ്യത്തെ അബ്ബാസി ഖലീഫ അബുൽ അബ്ബാസ് സഫാഹും അവസാനത്തെ ഖലീഫ അബ്ദുല്ലാഹിൽ മുഅ്തസിം ബില്ലായും ഏറ്റവും പ്രശസ്തനായ ഖലീഫ ഹാറൂൺ റഷീദുമാണ്. അബ്ബാസി ഖലീഫമാരുടെ കാലം ഇസ്ലാമിന്റെ സുവർണ കാലമായിരുന്നു. മതവിജ്ഞാനങ്ങൾ, കലാസാഹിത്യം, സയൻസ്, ഫിലോസഫി, കൃഷി, വ്യവസായം എന്നിവയിലെല്ലാം അക്കാലത്ത് വൻ പുരോഗതിയുണ്ടായി. അബ്ബാസി യുഗം വിജ്ഞാനത്തിന്റെയും ശാസ്ത്രത്തിന്റെയും യുഗമായിരുന്നു എന്ന് പറയാം. നിരവധി വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ സ്ഥാപിതമായി. തലസ്ഥാനമായ ബഗ്ദാദിൽ മാത്രം 1000-ലധികം മദ്രസകളും 30 ദാറുൽ ഉലൂമുകളും 20 ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉണ്ടായിരുന്നു. ലോകത്തെ ആദ്യത്തെ യൂണിവേഴ്സിറ്റിയായ അൽ അസ്ഹർ സ്ഥാപിതമായതും അബ്ബാസി കാലത്താണ്. പണ്ഡിതന്മാർക്കും ശാസ്ത്ര പ്രതിഭകൾക്കും അന്ന് വലിയ സ്ഥാനം ലഭിച്ചിരുന്നു. ഹനഫി, മാലിക്കി, ഷാഫിയി, ഹംബലി മദ്ഹബുകൾ ക്രോഡീകരിക്കപ്പെട്ടത് അബ്ബാസി കാലഘട്ടത്തിലാണ്. പ്രധാന ഹദീസ് ഗ്രന്ഥങ്ങളെല്ലാം ക്രോഡീകൃതമായതും ചരിത്ര ശാഖയിലെ പ്രധാന ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടതും ഇക്കാലത്ത് തന്നെ. വൈദ്യം, ഗണിതം, രസതന്ത്രം, തത്വചിന്ത തുടങ്ങിയ വിജ്ഞാന ശാഖകൾക്കും ഈ കാലഘട്ടത്തിൽ വലിയ പുരോഗതിയുണ്ടായി. അതുപോലെ അറബി സാഹിത്യവും അബ്ബാസി യുഗത്തിൽ വികസിതമായി. അക്കാലത്ത് ജീവിച്ച ചില മഹാന്മാരും അവരുടെ ചില ഗ്രന്ഥങ്ങളും വിജ്ഞാന ശാഖയും നമുക്ക് പരിചയപ്പെടാം. താഴെ നമുക്കൊരു പട്ടിക കൊടുത്തിട്ടുണ്ട്, നോക്കൂ. താഴെ അബ്ബാസി കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മഹാന്മാരുടെ പേരുകൾ. 2ാമത്തെ കോളത്തിൽ അവരുടെ വിജ്ഞാന ശാഖ, 3ാമത്തെ കോളത്തിൽ അവരുടെ ഗ്രന്ഥങ്ങളുടെ പേരുമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. അൽ ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹു, അവരുടെ വിജ്ഞാന ശാഖ അഖീദ. ഗ്രന്ഥം അൽ ഫിഖ്ഹുൽ അക്ബർ. അൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, വിജ്ഞാന ശാഖ അൽ ഫിഖ്ഹ് അൽ ഹദീസ്. ഗ്രന്ഥം അൽ മുവത്ത. അൽ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, വിജ്ഞാന ശാഖ അൽ ഫിഖ്ഹ് ഉസൂലുൽ ഫിഖ്ഹ്. ഗ്രന്ഥം കിതാബുൽ ഉമ്മ് അർ റിസാല. അൽ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു, വിജ്ഞാന ശാഖ അൽ ഹദീസ് അൽ ഫിഖ്ഹ്. ഗ്രന്ഥം അൽ മുസ്നദ്. അടുത്തത് അൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, വിജ്ഞാന ശാഖ ഹദീസ്. ഗ്രന്ഥം സഹീഹുൽ ബുഖാരി. അൽ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു, വിജ്ഞാന ശാഖ അൽ ഹദീസ്. ഗ്രന്ഥം സഹീഹുൽ മുസ്ലിം. അൽ ഇമാമു തബരി റളിയല്ലാഹു അൻഹു, വിജ്ഞാന ശാഖ അത്ത് തഫ്സീർ. തഫ്സീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുർആൻ വ്യാഖ്യാനം. അവരുടെ ഗ്രന്ഥത്തിന്റെ പേര് ജാമിഉൽ ബയാൻ. അടുത്തത് ഇബ്നു സീന, അവരുടെ വിജ്ഞാന ശാഖ അത്തിബ്. അത്തിബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈദ്യശാസ്ത്രം. അവരുടെ ഗ്രന്ഥത്തിന്റെ പേര് അൽ ഖാനൂനു ഫിത്തിബ്. അടുത്തത് അൽ ഫാറാബി, അവരുടെ വിജ്ഞാന ശാഖ അൽ ഫൽസഫ. ഫൽസഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തത്വശാസ്ത്രം, അതായത് ഫിലോസഫി. അവരുടെ ഗ്രന്ഥത്തിന്റെ പേര് ഇസ്ബാത്തുൽ മുഫാറഖാത്ത്. അബുൽ അലാഇൽ മഗ്രിയി, അവരുടെ വിജ്ഞാന ശാഖ അഷ്ശിർ, അതായത് കവിത. ഗ്രന്ഥത്തിന്റെ പേര് ദീവാനുൽ മഗ്രിയി. അടുത്തത് നോക്കൂ, അൽ ജാഹിൽ, അവരുടെ വിജ്ഞാന ശാഖ അൻ നസർ. നസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗദ്യം.
കിതാബുൽ ബുഖലാ അവരുടെ ഗ്രന്ഥത്തിന്റെ പേര്. അടുത്തത് അബ്ദുൽ മലിക് ബിനു ഹിഷാം അവരുടെ വിജ്ഞാന ശാഖ അസീറ. സീറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോഗ്രാഫി. അവരുടെ കിതാബിന്റെ പേര് സീറത്ത് ഇബിനു ഹിഷാം. അൽ ഹുവാറസ്മി അവരുടെ വിജ്ഞാന ശാഖ അൽ ഹിസാബ്. അൽ ഹിസാബ് എന്ന് പറഞ്ഞാൽ ഗണിതശാസ്ത്രം. ഗ്രന്ഥത്തിന്റെ പേര് കിതാബുൽ ജബർ. അടുത്തത് അൽ മസൂദി അവരുടെ വിജ്ഞാന ശാഖ അത്താരിഖ്. താരിഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്രം. കിതാബിന്റെ പേര് ഗ്രന്ഥത്തിന്റെ പേര് മുറൂജു സഹബ്. ഇബ്നുൽ ഹൈസം അവരുടെ വിജ്ഞാന ശാഖ അൽ ഫിസിയ അതായത് ഫിസിക്സ്. അവരുടെ ഗ്രന്ഥത്തിന്റെ പേര് കിതാബുൽ മനാലിർ. അടുത്തത് സീബവൈഹ് അവരുടെ വിജ്ഞാന ശാഖ അന്നഹ്വ് അതായത് ഗ്രാമർ. അവരുടെ കിതാബിന്റെ പേര് അൽ കിതാബ്. അടുത്തത് ഖലീൽ ഇബ്നു അഹമ്മദുൽ ഫറാഹിദി അവരുടെ വിജ്ഞാന ശാഖ അൽ മുഅ്ജം. അൽ മുഅ്ജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിക്ഷണറി. അവരുടെ കിതാബിന്റെ പേര് കിതാബുൽ ഗൈൻ. അടുത്തത് ഇബ്നുൽ ബൈത്താർ അവരുടെ വിജ്ഞാന ശാഖ ഇൽമുൽ അഹിയാ അതായത് ബയോളജി. അവരുടെ കിതാബിന്റെ പേര് കിതാബുൽ ജാമിഅ. അടുത്തത് ജാബിർ ഇബ്നു ഹയ്യാൻ അവരുടെ വിജ്ഞാന ശാഖ അൽ കീമിയ അതായത് കെമിസ്ട്രി. അവരുടെ കിതാബിന്റെ പേര് അൽ കീമിയ. കൂട്ടുകാരി ഈ പാഠം നന്നായി വായിച്ച് മനസ്സിലാക്കണം. ഈ പാഠത്തിൽ പറഞ്ഞിട്ടുള്ള ഈ മഹാന്മാരുടെ പേരുകള്, അതുപോലെ തന്നെ അവരുടെ വിജ്ഞാന ശാഖകള്, അവരുടെ ഗ്രന്ഥങ്ങളുടെ പേര്, ഇതൊക്കെ ഒന്ന് കൂട്ടുകാർ നന്നായി വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിലെ ഒന്നാമത്തെ പ്രവർത്തനം നോക്കൂ. നസിൽ ചേരുംപടി ചേർക്കാനുള്ളതാണ്. 1. അൽ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. 2. അൽ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. 3. അൽ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു. 4. അൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ഇപ്പുറത്ത് നോക്കൂ, അവരുടെ ഗ്രന്ഥങ്ങളുടെ പേരാണ് കൊടുത്തിരിക്കുന്നത്. എ അൽ മുസ്നദ്, ബി അൽ മുവത്ത, സി കിതാബുൽ ഉമ്മ്, ഡി അൽ ഫിഖുൽ അക്ബർ. ഇനി നോക്കൂ, ഓരോന്നിനും ശരിയായ ആ ഓപ്ഷന്റെ ലെറ്റർ ആണ് നമ്മൾ അവിടെ എടുത്ത് എഴുതേണ്ടത്. അൽ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, അതിന് ശരിയായത് അൽ ഫിഖുൽ അക്ബർ, ഡി ഓപ്ഷൻ ആണ്. അപ്പോൾ ഡി എന്ന് എഴുതുക. 2. അൽ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, അതിന് ശരിയായത് സി കിതാബുൽ ഉമ്മ്, അപ്പോൾ സി എന്ന് എഴുതുക. അൽ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു, അതിന് ശരിയായത് എ അൽ മുസ്നദ്, എ എന്ന് എഴുതുക. അൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, അതിന് ശരിയായത് ബി അൽ മുവത്ത, അപ്പോൾ ബി എന്ന് എഴുതുക. നസിൽ അതിലെ രണ്ടാമത്തെ പ്രവർത്തനം നോക്കൂ. ഇപ്പുറത്ത് നമുക്ക് ഗ്രന്ഥങ്ങളുടെ പേരും അപ്പുറത്ത് നമുക്ക് വിജ്ഞാന ശാഖകളുമാണ് കൊടുത്തിരിക്കുന്നത്. ഓരോന്നിനും ശരിയായ ഓപ്ഷന്റെ ലെറ്റർ ആണ് നമ്മൾ അവിടെ എടുത്ത് എഴുതേണ്ടത്. നോക്കൂ, ജാമിഉൽ ബയാൻ. 2. സഹീഹുൽ ബുഖാരി. 3. ഇസ്ബാത്തുൽ മുഫാറക്കാത്ത്. 4. ദീവാനുൽ മഗരിയ്. ഇപ്പുറത്ത് എ അഷ്ശിർ, ബി അൽ ഫൽസഫ, സി അത്തഫ്സീർ, ഡി അൽ ഹദീസ്. അപ്പോൾ ഓരോന്നിനും ശരിയായത് നമുക്ക് അവിടെ എടുത്ത് എഴുതാം. ജാമിഉൽ ബയാൻ, അതിന് ശരിയായത് സി അത്തഫ്സീർ, അപ്പോൾ സി എന്ന് എഴുതുക. അടുത്ത നോക്കൂ, രണ്ടാമത്തേത് സഹീഹുൽ ബുഖാരി, അതിന് ശരിയായത് ഡി അൽ ഹദീസ്, അപ്പോൾ ഡി എന്ന് എഴുതുക. 3. ഇസ്ബാത്തുൽ മുഫാറക്കാത്ത്, അതിന് ശരിയായത് ബി അൽ ഫൽസഫ, അപ്പോൾ ബി എന്ന് എഴുതുക. 4. ദീവാനുൽ മഗരിയ്, അതിന് ശരിയായത് എ അഷ്ശിർ, അപ്പോൾ എ എന്ന് എഴുതുക. കൂട്ടുകാരെ അത് കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് എഴുതുക. തദ്രീബാത്തിലെ രണ്ടാമത്തെ പ്രവർത്തനം നോക്കൂ. നഖ്താറു സഹീഹ്, ശരിയായ കോളത്തിൽ ടിക്ക് മാർക്ക് കൊടുക്കാനുള്ളതാണ്. 1. കിതാബുൽ ബുഖലാഇന്റെ രചയിതാവ്. ഓപ്ഷൻസ് ഇബ്നു സീന, അൽ ഫാറാബി, അൽ ജാഹിൽ. ശരിയുത്തരം അൽ ജാഹിൽ. 2. ഗണിതശാസ്ത്രത്തിലെ ഒരു ഗ്രന്ഥം. ഓപ്ഷൻസ് കിതാബുൽ ജബർ, മുറൂജു ദഹബ്, കിതാബുൽ മനാലിർ. ശരിയുത്തരം കിതാബുൽ ജബർ. 3. അൽ കീമിയ എന്ന ഗ്രന്ഥത്തിലെ ഉള്ളടക്കം. ഓപ്ഷൻസ് കെമിസ്ട്രി, ബയോളജി, ഫിസിക്സ്. ശരിയുത്തരം കെമിസ്ട്രി, അപ്പൊ അതിൽ ടിക്ക് മാർക്ക് കൊടുക്കുക. ഇനി നോക്കൂ, തദ്രീബാത്തിലെ മൂന്നാമത്തെ പ്രവർത്തനം നുജീബ്, ഉത്തരം എഴുതാനുള്ളതാണ്. 1. ഉമവി ഖിലാഫത്ത് അവസാനിക്കാൻ കാരണമെന്ത്? ഉത്തരം അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ സന്താന പരമ്പരയിലുള്ളവർ ഖിലാഫത്തിന് വേണ്ടിയുള്ള പ്രചാരണങ്ങൾ ആരംഭിക്കുകയും ഉമവി ഖലീഫ മർവാനുസാനി വധിക്കപ്പെടുകയും ചെയ്തതായിരുന്നു കാരണം. രണ്ടാമത്തെ ചോദ്യം നോക്കൂ, അബ്ബാസി ഖലീഫമാരിൽ ഏറ്റവും പ്രശസ്തൻ ആര്? ഉത്തരം ഖലീഫ ഹാറൂൺ റഷീദ്.
മൂന്നാമത്തെ ചോദ്യം നോക്കൂ. അബ്ബാസിയ ഭരണകാലത്ത് വൻ പുരോഗതിയുണ്ടായി. എന്തിലെല്ലാം? ഉത്തരം: മതവിജ്ഞാനങ്ങൾ, കലാസാഹിത്യം, സയൻസ്, ഫിലോസഫി, കൃഷി, വ്യവസായം എന്നിവയിലെല്ലാം. നാലാമത്തെ ചോദ്യം നോക്കൂ. അബ്ബാസി കാലഘട്ടത്തിൽ ക്രോഡീകരിക്കപ്പെട്ട മദ്ഹബുകൾ ഏതൊക്കെ? ഉത്തരം: ഹനഫി, മാലിക്കി, ഷാഫിഈ, ഹംബലി മദ്ഹബുകൾ. തദ്രീബാത്തിലെ നാലാമത്തെ പ്രവർത്തനം നോക്കൂ. തഹ്സീസ്, അസൈൻമെന്റ് ചെയ്യാനുള്ളതാണ്. അതിലെ ഒന്നാമത്തെ പ്രവർത്തനം നോക്കൂ. അബ്ബാസി ഭരണകാലത്തെ വിജ്ഞാന വിപ്ലവങ്ങൾ എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. നമുക്ക് ആ പ്രവർത്തനം നോക്കാം. ആദ്യം നമുക്ക് അബ്ബാസി ഭരണകാലം പറഞ്ഞിട്ട് ഒരു ഹെഡിങ് കൊടുക്കാം. എന്നിട്ട് അബ്ബാസി ഖലീഫമാരുടെ കാലം ഇസ്ലാമിന്റെ സുവർണ കാലമായിരുന്നു. മതവിജ്ഞാനങ്ങൾ, കലാസാഹിത്യം, സയൻസ്, ഫിലോസഫി, കൃഷി, വ്യവസായം എന്നിവയിലെല്ലാം അക്കാലത്ത് വൻ പുരോഗതിയുണ്ടായി. അടുത്ത ഹെഡിങ് നോക്കൂ. അബ്ബാസി ഭരണകാലത്തെ വിജ്ഞാന വിപ്ലവങ്ങൾ എന്നൊരു ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് അബ്ബാസി യുഗം വിജ്ഞാനത്തിന്റെയും ശാസ്ത്രത്തിന്റെയും യുഗമായിരുന്നു എന്ന് പറയാം. നിരവധി വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ സ്ഥാപിതമായി. തലസ്ഥാനമായ ബഗ്ദാദിൽ മാത്രം 1000-ലധികം മദ്രസകളും 30 ദാറുൽ ഉലൂമുകളും 20 ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉണ്ടായിരുന്നു. ലോകത്തെ ആദ്യത്തെ യൂണിവേഴ്സിറ്റിയായ അൽ അസ്ഹർ സ്ഥാപിതമായതും അബ്ബാസി കാലത്താണ്. പണ്ഡിതന്മാർക്കും ശാസ്ത്ര പ്രതിഭകൾക്കും അന്ന് വലിയ സ്ഥാനം ലഭിച്ചിരുന്നു. ഹനഫി, മാലിക്കി, ഷാഫിഈ, ഹംബലി മദ്ഹബുകൾ ക്രോഡീകരിക്കപ്പെട്ടത് അബ്ബാസി കാലഘട്ടത്തിലാണ്. പ്രധാന ഹദീസ് ഗ്രന്ഥങ്ങളെല്ലാം ക്രോഡീകൃതമായതും ചരിത്ര ശാഖയിലെ പ്രധാന ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടതും ഇക്കാലത്ത് തന്നെ. വൈദ്യം, ഗണിതം, രസതന്ത്രം, തത്വചിന്ത തുടങ്ങിയ വിജ്ഞാന ശാഖകൾക്കും ഈ കാലഘട്ടത്തിൽ വലിയ പുരോഗതിയുണ്ടായി. അതുപോലെ അറബി സാഹിത്യവും അബ്ബാസി യുഗത്തിൽ വികസിതമായി. അപ്പൊ ഇതുവരെ നിങ്ങൾ ആ പ്രവർത്തനത്തിന്റെ ഉത്തരമായിട്ട് എഴുതുക. തഹ്സീസ്, അതിലെ രണ്ടാമത്തെ പ്രവർത്തനം നോക്കൂ. പരിസരത്തുള്ള ഒരു കുത്തുബ് ഖാന സന്ദർശിച്ച് അനുഭവക്കുറിപ്പ് തയ്യാറാക്കുക. കുത്തുബ് ഖാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈബ്രറി. അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ പരിസരങ്ങളിൽ ലൈബ്രറികളൊക്കെ ഉണ്ടാവും. അവിടെ സന്ദർശിച്ചിട്ട് നിങ്ങളുടെ ഒരു അനുഭവക്കുറിപ്പ് തയ്യാറാക്കിയിട്ട് എഴുതുക. ഇൻഷാ അല്ലാ കൂട്ടുകാർക്ക് ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്തും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു സബ്ജക്റ്റിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.